ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ്. അതായത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാമെന്നാട്ടോ പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ഓറ് അയിരാണ് ഹെമറ്റൈറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഇരുമ്പിനെന്ന് പറയുന്നതിന് ഹെമറ്റൈറ്റ് കൂടാതെ ഉള്ള ഓർ ഏതൊക്കെയാണുള്ളത്? മാഗ്നറ്റൈറ്റ് ഉണ്ടല്ലോ അല്ലേ, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അയൺ പൈറൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെമറ്റൈറ്റ് ആയാലും മാഗ്നറ്റൈറ്റ് ആയാലും ഇതൊക്കെ നമ്മൾ അയണിൻ്റെ ഓറ് തന്നെയാണ്, അയിര് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് ആണ്. അപ്പോൾ ഈ ഹെമറ്റൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെമറ്റൈറ്റ് എന്ന് പറയുന്ന അയണിൻ്റെ ഓറിലാണ് എഫിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ഈ ഹെമറ്റൈറ്റിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? Fe2O3 ആണല്ലോ. എന്നാൽ മാഗ്നറ്റൈറ്റിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? Fe3O4 ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇത് ആൽഫബറ്റ് ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. ഹെമറ്റൈറ്റ് എന്ന Fe2O3 ആണ്. പക്ഷെ മാഗ്നറ്റൈറ്റിൽ F ആണല്ലോ എം വരുന്നത്. മാഗ്നറ്റൈറ്റിൻ്റെ Fe3O4 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഹെമറ്റൈറ്റിനെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ലെവിഗേഷനാണ്. ലെവിഗേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോളിക് വാഷിംഗ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ജലപ്രവാഹത്തിൽ കഴുകലാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഹെമറ്റൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓർമ്മ വേണം. അതായത് ഹെമറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓറ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഓറ്, അതായത് അയിര്, ഈ അയിരിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറവുള്ളത് കൊണ്ട് ഇത് ജലപ്രവാഹത്തിൽ കഴുകുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഏറ്റവും താഴെയാണ് പോയി നിൽക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഇതിൽ അപദ്രവ്യങ്ങൾ ഗ്യാങ്സ് ഉണ്ടാവും. ഈ ഗ്യാങ് ഒക്കെ എന്ത് ചെയ്യും? മുകളിലായിരിക്കും ഉണ്ടാവില്ലേ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുകളിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതെന്ത് ചെയ്യും? പുറത്തേക്കാൻ പോകും. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി കൂടുതലായിരിക്കുമെന്ന് ഓർത്ത് കേട്ടോ. Fe2O3 ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ജലപ്രവാഹത്തിൽ കഴുകുന്നത് എടുക്കുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓക്സിജൻ്റെ പ്രസൻസിൽ, അതായത് മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും ബിലോ ടെമ്പറേച്ചർ, അതായത് ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ നന്നായി ഹീറ്റ് ചെയ്യുന്നത്. റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ഓക്സിജൻ്റെ പ്രസൻസിലാണെന്ന് ഓർത്തേക്കണം. നമ്മൾ സാധാ റോസ്റ്റ് ഓർത്താൽ മതി. നമ്മൾ കോഴിമുട്ടൻ്റെ റോസ്റ്റ് അടിക്കാറുണ്ട്, ഇത് ഓപ്പൺ ചെയ്തല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസ് ആണ്. പിന്നെ മറ്റൊന്ന് കാൽസിനേഷനാണ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല. പക്ഷേ റോസ്റ്റിങ്ങിൽ ഓക്സിജൻ്റെ പ്രസൻസ് ആണ് ബിലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണെന്ന് ഓർത്തുക. അതായത് ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് ഇതിനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ഇമ്പ്യൂരിറ്റീസ്, അതായത് ഗ്യാങ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിവാക്കിയെടുക്കുന്ന മൊത്ത രീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഹെമറ്റൈറ്റിനെ എത്രത്തോളം നമ്മൾ പ്യൂരിഫിക്കേഷൻ കോൺസെൻട്രേഷൻ നടത്തി കഴിഞ്ഞാലും അതിലേറ്റവും അവസാനം അടങ്ങിയിട്ടുള്ള ഗ്യാങ് അപദ്രവ്യം എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡാണ്. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണ മണലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മണലാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ഇമ്പ്യൂരിറ്റിയാണിത്. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ചെയ്യുന്ന അയണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ അറിയാം, നല്ല ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്ന ഹ്യൂജ് സ്റ്റീൽ ഫർണസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് കേട്ടോ. ഹ്യൂജ് സ്റ്റീൽ ഫർണസിനെയാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെറ്റൽസിനെ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. ഹെമറ്റൈറ്റ് 1, ഹെമറ്റൈറ്റ് എന്ന് Fe2O3 ആണെന്ന് പറഞ്ഞു. പിന്നെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന രണ്ടാമത്തെ സബ്സ്റ്റൻസ് പദാർത്ഥം എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ലാണ്. CaCO3 കാൽസ്യം കാർബണേറ്റ് എന്നറിയപ്പെടും കേട്ടോ. പിന്നെ മൂന്നാമത് ഉപയോഗിക്കുന്നത് കോക്കാണ്. കോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, C ആണ്, അതായത് കാർബൺ ആണ് കേട്ടോ. കാർബണാണ്, സാധാ കരിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം ബ്ലാസ്റ്റ് ഫർണസിൽ എങ്ങനെയാണ്, അവിടെ നടക്കുന്ന റിയാക്ഷൻസ്, രാസമാറ്റം എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സ്റ്റീൽ ഫർണസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ലൈം സ്റ്റോൺ, കോക്ക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊന്നും ഓർത്ത് വെക്കണം. ഗ്യാങ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാം. എത്ര അതിനെ കോൺസെൻട്രേഷൻ നടത്തി കഴിഞ്ഞാലും
ഗ്യാങ് ആയിട്ടുള്ളത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇനി ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അതിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചെറിയൊരു ഇമേജ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് ഈ റെഡ് കൊണ്ട് ഇങ്ങനെ വരച്ചതാണ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചിത്രം നമുക്കൊരിക്കലും വരയ്ക്കാൻ ഉണ്ടാവാറില്ല കേട്ടോ. എന്നാലും ചിത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ. ഈ 2 ഓപ്പണിംഗ് കൂടി ഇതിൻ്റെ ഇൻസൈഡ് ഉള്ളിലേക്കാണ് അരോ മാർക്കുള്ളത്. ഉള്ളിലേക്ക് കടത്തി വിടുന്നതാണ് ഹോട്ട് ഓക്സിജനാണ്. അതായത് നല്ല ചൂടുള്ള ഓക്സിജനാണ് 2 സ്ഥലത്തുനിന്നും ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് ഗ്യാങ്ങിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് അയണ്ണ, അതായത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഇത് ഉരുകിയ അവസ്ഥയിലുള്ള അയണ്ണ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ താഴെ 2 ഓപ്പണിങ്ങൾ കേട്ടോ. ഒന്ന് കുറച്ച് മുകളിലാണെന്ന് താഴെയാണ്. ഇത് അതിൻ്റെ ഡെൻസിറ്റി സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് അയൺ ഏറ്റവും താഴെയും അപദ്രവ്യം സ്ലാഗ് അതായത് ഗ്യാങ്സ് നമുക്ക് മുകളിൽ നിന്നാണ് കിട്ടുക. ഇതാണ്. പിന്നെ മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ മുകളിലത്തെ ഓപ്പണിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഹോട്ട് എയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എയറിൻ്റെ ഉള്ളിൽ മാത്രം തങ്ങിയെന്താ പറയുക, അത് പുറത്തേക്ക് പോവുകയും വേണം. എന്നാലല്ലേ പുറമേ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വരികയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്പണിങ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്, ഹെമറ്റൈറ്റ്, ലൈംസ്റ്റോൺ, കോക്ക് എന്നിവ എല്ലാം ഇടുന്ന ഭാഗം ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ കോക്ക് ഉണ്ട്, Fe2O3 ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി എൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസൈഡിലേക്ക് നിക്ഷേപിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിക്ഷേപിക്കുണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ ഓർത്ത് വെക്കുക, ഇതിലേക്ക് ഇടുന്ന കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോക്കിലാണ് ആദ്യം തന്നെ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ കോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് കാർബൺ ആണ്. അപ്പോൾ കാർബൺ എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാർബൺ ഇതിലേക്ക് നിക്ഷേപിച്ചു, എല്ലാം ഒരുമിച്ചാണെങ്കിലും ഫസ്റ്റ് വെക്കുന്ന കാർബണിലാണ് ആദ്യ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ കോക്ക് ഇതിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത്, ഇതിലേക്ക് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് താഴെ നിന്ന് ഹോട്ട് എയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഹോട്ട് എയർ ആണ്. അപ്പോൾ ഹോട്ട് എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് കോക്ക് എന്ത് ചെയ്യും, കോക്ക് ഓക്സിജനുമായി റിയാക്ഷൻ നടക്കും. ഇപ്പോൾ കാർബൺ ഓക്സിജനുമായി റിയാക്ഷൻ നടന്നാൽ ഉണ്ടാവുന്ന ഉൽപ്പന്നം, പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബണും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. അതായത് താപമോചക രാസപ്രവർത്തനം ആയതുകൊണ്ട് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് എന്ത്, ഹീറ്റ്, താപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നോക്കുക, കോക്കിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഹോട്ട് എയർ വരുന്നത് കൊണ്ട് അത് കോക്കുമായി റിയാക്ട് ചെയ്ത് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹീറ്റാണ് ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇപ്പോൾ ഒന്നാമത് ഈ ബ്ലാസ്റ്റ് ഫർണസ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൈ ടെമ്പറേച്ചറാണ്. അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ഹീറ്റ് ഒന്നും കൂടി കൂടുതലുണ്ടാവും അല്ലേ. ഇപ്പോൾ ഹീറ്റ് കൂടുതലായി. അപ്പോൾ ഈ ഹീറ്റ് കൂടുതലുള്ള സമയത്ത് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഇതിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കോക്കുമായി റിയാക്ഷൻ നടക്കും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, ടു റെഡ്യൂസ് ടു കാർബൺ മോണോക്സൈഡായി മാറും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ കോക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാന്ന് പറയാം. റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നിരോക്സീകരണമാണ്. നിരോക്സീകരിച്ച് അതിനെ എന്താക്കി മാറ്റിക്കളയും, കാർബൺ മോണോക്സൈഡാക്കി മാറ്റിക്കളയും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാർബൺ ആണ്. ഇത് ഹീറ്റിൻ്റെ പ്രസൻസിലാണ്. ഹീറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഹീറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ കോക്ക് റെഡ്യൂസ് ചെയ്തിട്ട് എന്താകുന്നു, ടു പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാവുന്ന കാർബൺ മോണോക്സൈഡാണ് ഹെമറ്റൈറ്റിനെ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അയണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് കാർബൺ മോണോക്സൈഡ് വെച്ച് റീച്ചസ് ദി മിഡിൽ ഓഫ് ദി ഫർണസ് റിയാക്ട് വിത്ത് അയൺ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് അയണാണ്. അതായത് ഇതിനെന്ത് ചെയ്യും, കാർബൺ മോണോക്സൈഡ് Fe2O3യുമായി റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇരുമ്പിനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്ഷനും കൂടി നമുക്ക് എഴുതാം. ഇവിടെ 2 കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും ഒരു കോക്കും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് 2 മോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. പക്ഷേ Fe2O3യുമായി റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്, 3CO ആണ്. 3 കാർബൺ മോണോക്സൈഡ് മോളിക്യൂളാണ്. അതായത് 2 ഒരു സമയത്തിന് അങ്ങനെ ഒരുപാട് കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിലും 3 കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, Fe2O3യുമായി റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്,
2Fe പ്ലസ് എന്താ ഉണ്ടാവുന്നത് 3CO2 ആണ് ഉണ്ടാവുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ മോണോക്സൈഡ് Fe2O3 എന്ത് ചെയ്യുന്നുണ്ട്? 2Fe ആയിട്ട് മാറ്റുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇനി എവിടെ നടക്കുക? ഇപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്, കാൽസ്യം കാർബണേറ്റ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. കാൽസ്യം കാർബണേറ്റ് ഇതിൽ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ എത്ര നമ്മൾ ഇതിനെ കോൺസെൻട്രേഷൻ നടത്തി കഴിഞ്ഞാലും അപദ്രവ്യങ്ങളെയൊക്കെ നീക്കി കഴിഞ്ഞാലും സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു സിലിക്കൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കാൽസ്യം കാർബണേറ്റ് ഉള്ളത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് എങ്ങനെ ഇതിൽ വരുന്നുണ്ട്, അതെന്ത് നടക്കുന്നു, സിലിക്കൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഹൈ ടെമ്പറേച്ചർ അല്ലേ, ഉന്നത താപനിലയാണ്. ഉന്നത താപനിലയുടെ സാന്നിധ്യത്തിൽ ഇതെന്തൊക്കെയായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്? ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഘടിക്കുകയാണ്. എന്തൊക്കെ കൈമാറുന്നുണ്ട്? കാൽസ്യം ഓക്സൈഡ് ആവുന്നുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാൽസ്യം ഓക്സൈഡ് നോക്കുക. ഈ കാൽസ്യം ഓക്സൈഡാണ് സിലിക്കൺ ഡയോക്സൈഡുമായി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സിലിക്കൺ ഡയോക്സൈഡ് SiO2 എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരിക്കലും റിയാക്ട് ചെയ്ത് സ്വന്തം നിലക്ക് റിയാക്ട് ചെയ്ത് അത് പുറത്തേക്ക് പോകില്ല. അപ്പോൾ ആ സിലിക്കൺ ഡയോക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുക, സിലിക്കൺ ഡയോക്സൈഡ് നേരത്തെ ഇതിലുണ്ടായിരുന്നു, SiO2 ആണ്. ഈ SiO2 എന്ന് പറയുന്നത് എന്തുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്? കാൽസ്യം ഓക്സൈഡുമായി റിയാക്ട് ചെയ്യും. സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരിക്കലും എന്താവുന്നില്ല, ഇതിൽ നിന്ന് ഡീകമ്പോസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് ഇതിലേക്ക് വരുന്ന സമയത്ത് കാൽസ്യം ഓക്സൈഡ് എവിടെ നിന്ന് വന്നു നോക്കണം. നേരത്തെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്തായി മാറുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുകയാണല്ലേ. അപ്പോൾ ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്യാങ് എന്നാണ് അറിയപ്പെട്ടത് അല്ലേ. ഗ്യാങ് എന്നറിയപ്പെടുന്നത് അപദ്രവ്യമാണ്, ഗ്യാങ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇതിനെ ഉരുക്കി മാറ്റാൻ വേണ്ടി മോൾട്ടൺ സ്റ്റേറ്റിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കാൽസ്യം ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? CaSiO3 ആണ്. അപ്പോൾ CaSiO3 ആയി മാറുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഇത് മോൾട്ടൺ സ്റ്റേറ്റ്, അതായത് ഉരുകിയ അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഉരുകി മാറാത്ത സിലിക്കൺ ഡൈ ഓക്സൈഡിനെ ഉരുകി മാറുന്ന കാൽസ്യം സിലിക്കേറ്റാക്കി മാറ്റിയത് എന്താണ്? കാൽസ്യം ഓക്സൈഡ് അല്ലേ. അപ്പോൾ എന്തിനെയാണോ ഉരുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കാൽസ്യം ഓക്സൈഡാണ്. ഈ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഫ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്നിട്ട് മോൾട്ടൺ സ്റ്റേറ്റിലേക്കാകുന്നുള്ള കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാവുന്നല്ലോ. ഈ കാൽസ്യം സിലിക്കേറ്റിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? സ്ലാഗ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉരുക്കി മാറ്റാൻ കഴിയാത്ത സിലിക്കൺ ഡയോക്സൈഡിനെ ഉരുകി മാറുന്ന പ്രൊഡക്റ്റായി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നതേ ദ സബ്സ്റ്റൻസ് വിച്ച് ഹെൽപ്പ് ഇൻ റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്. ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാങ് ആണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ആ സെപ്പറബിൾ മോൾട്ടൺ മെറ്റീരിയൽ. ഇപ്പോൾ സെപ്പറബിൾ മോൾട്ടൺ മെറ്റീരിയൽ എന്നാൽ ഉരുക്കി മാറ്റുന്ന പദാർത്ഥം, ഉരുക്കി മാറിയ പദാർത്ഥം സ്ലാഗ് ആണല്ലോ. അതായത് സെപ്പറബിൾ മോൾട്ടൺ മെറ്റീരിയൽ ആർ കോൾഡ് ഫ്ലക്സ് എന്നാണ് കേട്ടോ. ഉരുക്കി മാറുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്ലാഗാണ്. അത് ഉരുക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ച സബ്സ്റ്റൻസ് ആണ് സെപ്പറബിൾ മോൾട്ടൺ മെറ്റീരിയൽ ആർ കോൾഡ് ഫ്ലക്സ് ആണ്. അതായത് ഉരുക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നടക്കുന്ന മൊത്തം റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 5 റിയാക്ഷനെ നമുക്ക് ഇതിലാകെ പഠിച്ചെടുക്കാനുള്ളൂ. ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഫസ്റ്റ് നടക്കുന്നത് കോക്ക് ഓക്സിജൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഹീറ്റ് പ്ലസ് ഹീറ്റാണ് ഉണ്ടാവുന്നത്. ഈ ഹീറ്റിൻ്റെ പ്രസൻസിൽ അതായത് നല്ല ഹീറ്റായിരിക്കും പിന്നെ ഇതിലുണ്ടാവുക അല്ലേ. നേരത്തെ ഉള്ളതിനേക്കാളും ടെമ്പറേച്ചർ കൂടും. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കോക്കുമായി റിയാക്ട് ചെയ്തത് റെഡ്യൂസ് ചെയ്യും, കാർബൺ മോണോക്സൈഡായി മാറി. ഈ കാർബൺ മോണോക്സൈഡ് Fe2O3 എന്താക്കി മാറ്റുന്നുണ്ട്?
Fe ആക്കി മാറ്റുന്നുണ്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കാൽസ്യം കാർബണേറ്റ് ഇട്ട് നമ്മൾ പറഞ്ഞു Fe2O3യിൽ എങ്ങനെയായാലും ഉണ്ടാവുന്ന ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഈ സിലിക്കൺ ഡയോക്സൈഡിനെ ഇത് മോൾട്ടൺ സ്റ്റേറ്റ് അല്ല കേട്ടോ, ഇത് ഒരിക്കലും മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ഉരുകി മാറൂല. ഉരുകി മാറുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് ആണ്. അപ്പോൾ കാൽസ്യം സിലിക്കേറ്റായി മാറണമെങ്കിൽ അതിൽ എന്ത് വേണം? കാൽസ്യം ഓക്സൈഡ് വേണമല്ലോ. ഈ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? കാൽസ്യം കാർബണേറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ പ്രസൻസിൽ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡായി മാറുകയാണ് ചെയ്യുന്നത്. ഈ സിലിക്കൺ ഡൈ ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് ആണ്. അതുമായി റിയാക്ട് ചെയ്ത് എന്തായി മാറുന്നു? മോൾട്ടൺ സ്റ്റേറ്റിലായി മാറിയിട്ടുള്ള, അതായത് സ്ലാഗ് ആവുന്ന കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അയൺ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ അയണിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? പിഗ് അയൺ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അയൺസിനെയാണ് പിഗ് അയൺ എന്ന് അറിയപ്പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ചിലപ്പോൾ എല്ലാതും എഴുതാനൊന്നും വരികയില്ല. നിങ്ങൾക്ക് ചോദിക്കാം ഏതെങ്കിലും എന്ത് ചെയ്യും ഇവിടെ എവിടെയെങ്കിലും, അതായത് ഈ 5 റിയാക്ഷൻ ചിലപ്പം ചോദിക്കും, എവിടെയെങ്കിലുമൊക്കെ ഒഴിവ് തരും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഒഴിവ് തന്നിട്ട് ആ ഒഴിവ് ഫില്ല് ചെയ്യാനാണ് വരിക. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. ഓക്കെ, പിന്നെ കാണാം.